എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വലിയൊരു ഗ്യാപ്പാണ് ഉണ്ടായത്. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ലൈവ് ഇടാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര റിപ്പോർട്ടടിയായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടടിച്ച് തോൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ ലൈവ് ഇടാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ലൈവ് റിപ്പോർട്ടടിച്ച് തോൽപ്പിച്ചാലൊന്നും അങ്ങനെ തോൽക്കുന്ന ആളൊന്നുമില്ല. നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വേറെയുണ്ട്, ഓപ്ഷൻസ് വേറെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിരക്കിന്റെ ഭാഗമായിട്ടൊന്നും അതിനൊന്നും സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോ വളരെ പ്രധാനപ്പെട്ട, അതായത് ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അങ്ങനത്തെ ഒരു പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്ത, നമ്മുടെ എന്താ പറയാ, നെഞ്ചിനെ തകർക്കുന്ന അല്ലെങ്കിൽ ചങ്ക് തകർന്നു പോകുന്ന ഒരു ന്യൂസ് ഇപ്പൊ നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ന്യൂസ് നടന്നിട്ട് ഒരുപാട് നാളായി, ഒരു 10-12 ദിവസമായി ഈ സംഗതി നടന്നിട്ട്. അപ്പോൾ ഈ സംഗതിയിൽ ഞാൻ അധികം വലിച്ചു നീട്ടാതെ കാര്യം പറയാം. നമ്മുടെ വയനാട് ഒരു വെറ്റിനറി കോളേജിൽ നടന്ന ഒരു കൊലപാതകത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കൊലപാതകം എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധാരണ ഒരാൾ ഓടി വന്നിട്ട് തല്ലിക്കൊല്ലുകയോ അല്ലെങ്കിൽ കുത്തിക്കൊല്ലുകയോ ചെയ്യല്ല ചെയ്തത്. 2-3 ദിവസം ഒരുപാട് 130-130ഓളം കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് കുറച്ച് പേര് നടത്തിയ ഒരു ക്രൂരമായ ഒരു എന്തെന്നാ പറയാണിതിന്, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം മൃഗങ്ങൾ പോലും തോൽക്കും വിധം, ക്രൂര മൃഗങ്ങൾ പോലും തോൽക്കും വിധം ഒരു പാവം വിദ്യാർത്ഥിയെ, ഒരു 10-20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാവം വിദ്യാർത്ഥി, ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയിട്ട് ഒരു കോളേജിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയിട്ട് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പ്രായമാണ് ഒരു 10-20 വയസ്സെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരു കോളേജിലേക്ക് പഠിക്കാൻ വന്ന ഒരു പാവം വിദ്യാർത്ഥിയെ 130-130ഓളം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചിട്ട് റാഗ് ചെയ്ത് 3 ദിവസം കൊണ്ട് ഭക്ഷണം കൊടുക്കാതെ, വെള്ളം പോലും കൊടുക്കാതെ, ജലപാനമില്ലാതെ ബെൽറ്റിനടിച്ചും തലയ്ക്ക് പിന്നിൽ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചും ഒരു നെഞ്ചത്ത് കയറി ചവിട്ടിയും അങ്ങനെ ക്രൂരമായ വിനോദങ്ങളോട് കൂടിയിട്ട് ഒരു പാവം വിദ്യാർത്ഥിയെ കൊന്നു, അല്ലെങ്കിൽ തല്ലിക്കൊന്നു എന്ന് പറയാം, ബെൽറ്റിനടിച്ചു കൊന്നു എന്ന് പറയാം. ഒരു ബെൽറ്റ്, 2 ബെൽറ്റ് മുറിഞ്ഞു പോകുന്നത് വരെ, 2 ബെൽറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് മുറിഞ്ഞു പോകുന്നത് വരെ ആ വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ അതുകൊണ്ട് പ്രഹരിച്ച് അയാളെ കൊന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയൊരു ന്യൂസ്. ഈ സംഭവം നടന്നിട്ട് ദിവസങ്ങൾ ഒരുപാടായി, ഇതുവരെ ഇത് പുറം ലോകം അറിഞ്ഞില്ല. അപ്പോ അവിടുത്തെ ആ ഒരു പാർട്ടിയുടെ ഇത് ചെയ്തത്, ഇനി അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്, ഇത് ചെയ്തത് ഏറ്റവും കൂടുതൽ മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്ന, മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന, മനസാക്ഷിക്ക് വേണ്ടി നടക്കുന്ന, പുല്ലിനെയും പൂമ്പാറ്റയെയും വരെ ദ്രോഹിക്കാത്ത, ആരെയും വേദനിപ്പിക്കാത്ത ഒരു പാർട്ടിയാണ് SFI എന്ന് പറയുന്ന ആ ഭീകര സംഘടനയാണ് ഈ പയ്യന്റെ, സിദ്ധാർത്ഥ് എന്ന പയ്യന്റെ കൊലപാതകത്തിന്റെ പുറകില്. അതായത് ഒരു പുൽക്കൊടിയെ പോലും നോവിക്കാത്ത, പുല്ലിനെയും പൂമ്പാറ്റയെയും പോലും നോവിക്കാത്ത SFI എന്ന് പറയുന്ന ആ SFI സംഘടനയാണ് ഈ പറയുന്ന പാവം പയ്യനെ അങ്ങനെ അവര് താലോലിച്ച് താരാട്ടുപാടി കൊലപ്പെടുത്തിയത്. അതാണ് നമ്മളെ എല്ലാവരും വീണ്ടും നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. കാരണം ഇവരാരെയും ദ്രോഹിക്കില്ല, പാവങ്ങളാണ്. നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ, കേരളത്തിലെന്നല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ എവിടെയെങ്കിലും ഇതൊരു തരി കിടപ്പുണ്ടെങ്കിൽ ആ ഒരു തരി കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവന് യാതൊരു തരത്തിലുള്ള അന്തവും കുന്തവും വെളിവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ അന്തം കമ്മികൾ എന്ന് പറഞ്ഞ് ഒരു ഓമന പേരിട്ട് വിളിക്കുന്നത്. ഈ അന്തം കമ്മികൾക്ക് ഈ കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അന്തവുമില്ല, കുന്തവുമില്ല, വെളിവുമില്ല, വെള്ളിയാഴ്ചയുമില്ല. അപ്പൊ അതിന്റെ കൂടെ ഒരു കൂനുണ്ടെങ്കിൽ അതിലൊരു കുത്തും കൂടെ എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന കമ്മ്യൂണിസത്തിന്റെ കൂടെ, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരമാണ്, എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ എന്നാണ് അതിന്റെ ശരിയായ മീനിങ്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ അവന് ഒരു തരത്തിലും ഒരു ന്യായമില്ല, മര്യാദയില്ല. കാരണം അമ്മയില്ല, പെങ്ങളില്ല, ഭാര്യയില്ല, ആരുമില്ല അവന്. പെണ്ണെന്ന് പറയുന്ന ഒരു വർഗം, ഒറ്റ വർഗം മാത്രമേ ഉള്ളൂ, ആണ് പെണ്ണ് എന്ന ഒരേ വർഗം. അപ്പൊ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവന്റെ നോട്ടത്തില് ആണ് ഒരു വർഗം, പെണ്ണൊരു വർഗം. ആ പെണ്ണില് അമ്മയുണ്ട്, സഹോദരിയുണ്ട്, മകളുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള സ്ത്രീകൾ വരുന്നത്. ഇവന്മാരുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോ സ്ത്രീകൾക്കെല്ലാം ഒരേ രൂപമാണ്. അതായത്
കാമിക്കാനുള്ള ഒരു ഉപഭോഗ വസ്തുവാണ് സ്ത്രീ. അതാണ് കമ്മ്യൂണിസം. ഈ കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇവന് അമ്മയെന്നോ പെങ്ങളെന്നോ വീട്ടുകാരെന്നോ നാട്ടുകാരെന്നോ വിദ്യാർത്ഥിയെന്നോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെന്നോ ഒന്നും ഭേദമില്ലാത്ത ഒരു വർഗമാണ് കമ്മ്യൂണിസം. ഈ കമ്മ്യൂണിസത്തിന്റെ പേര് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ശരിക്കും പേര് മാറ്റിയിട്ട് പോലെ വേട്ടപ്പട്ടികളെന്നോ പേപ്പട്ടികളെന്നോ പേരിടണം. പുതിയ പേര് കമ്മ്യൂണിസം, എത്തപ്പയുടെ പുതിയ പേര്. ആ ആർഷോ എന്ന് പറയുന്ന ഒരു വേട്ടപ്പട്ടി ഉണ്ടല്ലോ, അവനാണ് ഇതിന്റെ നേതാവ്. ഈ ആർഷോ എന്ന് പറയുന്ന വേട്ടപ്പട്ടി അവനും ഏതെങ്കിലും ഒരു പിന്നെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതായിരിക്കുമല്ലോ, അതും എനിക്ക് സംശയമാണ്. അപ്പൊ അവൻ നയിക്കുന്ന ഈ ആർഷോ എന്ന് പറയുന്ന ആ ഭീകര തീവ്രവാദി നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന എത്തപ്പൈ. അപ്പൊ ഈ എത്തപ്പയിൽ കിടക്കുന്ന അവന്റെ ആ ഒരു എന്താ പറയാ കൺട്രോളിൽ വരുന്ന ഈ ആർഷോ എന്ന് പറയുന്നവന്റെ കൺട്രോളിൽ വരുന്ന ആ ടീമിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് ഒരു പാവം ഒരു വിദ്യാർത്ഥിയെ തലങ്ങും വിലങ്ങും തല്ലി കൊല്ലുന്ന ഒരവസ്ഥ. ഇനി ഈ തല്ലി കൊല്ലുന്ന വിദ്യാർത്ഥി അത് പേരെന്താണെന്ന് അറിയണ്ടേ കൂട്ടുകാരെ? അവന്റെ പേരാണ് സിദ്ധാർത്ഥ്. അവന്റെ പേര് ഒരു മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ അവന്റെ പേര് വേറെന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള ന്യൂനപക്ഷക്കാരന്റെ പേരായിരുന്നെങ്കിൽ ഇവരാരും അവനെ തൊടുമായിരുന്നില്ല. ഇത് ഞാൻ ഒരിക്കലും ജാതി പറഞ്ഞ് നിങ്ങളെ ഒരിക്കലും പറയുന്നതല്ല. എവന്റെ പേര് മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ അൽത്താഫ് എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജിഹാദി പേരായിരുന്നെങ്കിൽ ഈ എത്തപ്പൈ അവരെ തൊടുമായിരുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള മനുഷ്യര് വളരെ അർത്ഥപൂർണമായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. ഒരുപാട് കാലങ്ങളായി നമ്മൾ ഹിന്ദുക്കളെ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് ഇവന്മാരെ കുത്തുന്നു. ഈ കുത്താനായിട്ടുള്ള ഓരോരോ വഴികൾ നോക്കുമ്പോ ഈ ഹിന്ദുക്കളൊക്കെ നേരെ കുത്തുന്നത് അഭിമന്യുവിനെ കൊന്ന കാലത്ത്. അഭിമന്യുവിന്റെ പേര് അഭിമന്യു എന്നായതുകൊണ്ടാണ് പുറത്തുനിന്ന് ഒരു പറ്റം തീവ്രവാദികളായ SDPI പ്രവർത്തകർ വന്നിട്ടാണ് കോളേജിൽ വന്നിട്ട് അഭിമന്യുവിനെ കൊന്നത്. എന്തിനാ കൊന്നത്? SFI എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നിരുന്ന അല്ലെങ്കിൽ ആ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന അഭിമന്യുവിനെ കൊന്നത് എന്തിനാണ്? അഭിമന്യു ഒരു വാക്ക് പറഞ്ഞു. എന്ത്? അഭിമന്യു മുൻകൂട്ടി കണ്ടവനാണ്. ആ പയ്യൻ പറഞ്ഞത് ഇവര് RSSന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ ഹിന്ദുക്കൾക്കിട്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടെന്നൊരു വാക്ക് പറഞ്ഞു അഭിമന്യു. അതിൽ പുറത്തു നിന്നുള്ള SDPI പ്രവർത്തകര് അവര് കറക്റ്റായിട്ട് കോളേജിനകത്ത് കയറിയിട്ട് ആ പാവം പയ്യനെ ഒറ്റ കുത്തിന് തീർത്തു. അവന്റെ പേരായിരുന്നു അഭിമന്യു. അഭിമന്യു ആയതിലാണ് അവൻ കൊല്ലപ്പെട്ടത്. അഭിമന്യു ആയതുകൊണ്ടാണ്, അവന്റെ പേര് അഭിമന്യു എന്നായതുകൊണ്ടാണ് അവൻ കൊല്ലപ്പെട്ടത്. ഇന്ന് ഈ പയ്യൻ കൊല്ലപ്പെട്ടത് ഇവനെ 130ഓളം വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ചിട്ട് വിചാരണ ചെയ്തിട്ട് ചിത്രവധം ചെയ്തിട്ട് 3 ദിവസം പീഡിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിച്ച് മൃഗങ്ങളെക്കാൾ ഭയാനകമായിട്ട് കൊലപ്പെടുത്തിയത് ആ പയ്യന്റെ പേര് സിദ്ധാർത്ഥ് എന്നായതുകൊണ്ടാണ്. മുഹമ്മദ് എന്നോ അർത്താഫ് എന്നോ ഷാജഹാൻ എന്നോ എന്നുള്ള പേരായിരുന്നെങ്കിൽ അവനെ ആരും തൊടുമായിരുന്നില്ല. അവന്റെ പേര് സിദ്ധാർത്ഥായി പോയതാണ്. അവൻ ഈ ഭൂമിയിൽ ജനിച്ചു, ഒരു ഹിന്ദുവായിട്ട് ജനിച്ചു, ഒരു ഹിന്ദുവായി വളർന്നു. അവൻ ഹിന്ദു ആയതുകൊണ്ട് തന്നെ അവനെ അങ്ങ് തട്ടി. അതാരും ചോദിക്കാൻ വരുന്നില്ല. കാരണം ചോദിക്കാൻ വരുന്ന അധികാരങ്ങൾ ഇരിക്കുന്നത് ആരുടെ കയ്യിലാ? ആരാ ഭരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ഭരണകർത്താവ് ആരാണ്? മുഖ്യമന്ത്രി ആരാണ്? ഈ കേരള രാജ്യത്തില് ആരും കേൾക്കാത്ത, ആരും ഇതുവരെ കാണാനായിട്ട് പോലും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു ഭീകരനായ കൊലയാളിയാണ് കേരളം ഭരിക്കുന്നത്. ആ കൊലയാളി കേരളം ഭരിക്കുമ്പോ ഈ എത്തപ്പയ്യല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തം എല്ലാവരെയും കൊന്നൊടുക്കിയാലും നമ്മൾ ഒന്നും മിണ്ടാൻ പോവില്ല. കാരണം ഇവർക്ക് ആകെ കൂടിയിട്ട് ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു മൂരികളും ഒരു സുഡാപ്പീസും മരിക്കാതിരുന്നാൽ മാത്രം മതി. ബാക്കി എത്ര ഹിന്ദുക്കൾ ചത്തു തൊലഞ്ഞാലും ഇവരെ സംബന്ധിച്ച് യാതൊരു വിഷയമേ അല്ല. ഈ ഭീകര സംഘടന, ഈ എത്തപ്പൈ എന്ന് പറയുന്ന ഭീകര സംഘടന, ഈ എത്തപ്പൈ എന്ന് പറയുന്ന ഈ കള്ള ഹിമാറുകൾ ഉണ്ടല്ലോ, ഈ കള്ള ഹിമാറുകള് RSSന്റെ പേരും പറഞ്ഞിട്ട് ഇവിടുത്തെ പാവം ഹിന്ദുക്കളുടെ ചങ്കിലേക്കാണ് കത്തി കുത്തി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. RSSകാരുടെ പേരും പറഞ്ഞിട്ട്. RSSകാർ ഇവരെല്ലാവരും എന്താ ചെയ്യാൻ പോയത്? എന്തെങ്കിലും ചെയ്യാൻ പോയോ? ഇല്ല. അപ്പൊ അതിന്റെ ആ പേരും പറഞ്ഞിട്ട് ആ മറവില് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ SFIക്കാർക്കും എവിടെയാണോ ഇവർക്ക് കൂടുതൽ പിന്നെ പവർഫുൾ ആയിട്ടുള്ളത് അവിടെയൊക്കെ ഇവർ ചെയ്യുന്നത് ഈ ഒരൊറ്റ പണിയാണ്. ഇനി ഈ പണിക്ക്
കൂലിക്ക് വിളിക്കുന്ന ഇതിന്റെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ഭീകര പ്രസ്ഥാനമാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടും SDPI ഇവിടുത്തെ മറ്റുള്ള ഈ തീവ്ര മുസ്ലിം സംഘടനകളും. ഈ തീവ്ര മുസ്ലിം സംഘടനകൾ മുഴുവനും നുഴഞ്ഞു കയറിയതാണ് ഇന്ന് ഇവിടെ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ മുഴുവനുള്ളത്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് പകല് മുഴുവനും ഇവര് ചോപ്പാണ്, പകല് മുഴുവനും ചോപ്പാണ്, രാത്രിയാവുമ്പോ പച്ചയാവും. അപ്പൊ രാത്രി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഹിന്ദുക്കളെ കൊന്നൊടുക്കാനായിട്ടുള്ള ആയുധപ്പുരയാക്കിയിട്ടുള്ളത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടി ഗ്രാമങ്ങളും പാർട്ടി ഓഫീസുകളും മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്റെ അനുഭവങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മതിക്കാം. ഇവിടുത്തെ പാർട്ടി ഓഫീസുകള്, ഇവിടുത്തെ പാർട്ടി ഗ്രാമങ്ങള്, ഇവര് മുഴുവനും ചെയ്തു കൂട്ടുന്നത് ഈ പറയുന്ന പാർട്ടി ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ തീവ്ര മുസ്ലിം സംഘടനകളുടെ ISIS ഭീകരന്മാരുടെ താവളങ്ങളായിട്ടാണ്. അതിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല. ഇപ്പൊ ഈ സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ട കോളേജിന്റെ വയനാട്ടില് ഈ പറയുന്ന ISISന്റെ ഒരു ഭീകര താവളമുണ്ടെന്ന് അല്ലെങ്കിൽ ഭീകര കേന്ദ്രമുണ്ടെന്ന് മുൻപേ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഭീകര താവളമുണ്ടെന്ന്. ഇനി എന്തിനാണ് സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത്? സിദ്ധാർത്ഥിന്റെ കോളേജിൽ സിദ്ധാർത്ഥ് എല്ലാ കുട്ടികളുടെയും ഇടയിൽ അറിയപ്പെടുന്ന നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. ആ വിദ്യാർത്ഥിക്ക് എല്ലാ വിദ്യാർത്ഥികളുടെ ഇടയിൽ നല്ലൊരു പേരുണ്ടായിരുന്ന നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. ആ വിദ്യാർത്ഥി കഴിഞ്ഞ വാലന്റൈൻസ് ഡേയില് ഒരു പെൺകുട്ടിയോട്, ആ പെൺകുട്ടി നോട്ട് ദ പോയിന്റ്, ആ പെൺകുട്ടി തട്ടമിട്ട പെൺകുട്ടിയായിരുന്നു. ഒരു തട്ടമിട്ട പെൺകുട്ടിയോട് പ്രേമഭ്യർത്ഥന നടത്തി എന്നതിന്റെ പേരിലാണെന്ന് പറയുന്നു ഈ പേക്കൂത്തുകൾ മുഴുവനും അവിടെ അരങ്ങേറിയത്. അതിന് ഈ പേക്കൂത്തുകൾ അരങ്ങേറാനായിട്ട് ഉണ്ടാക്കിയ വഴിയാണെങ്കിലോ അതിനേക്കാൾ മനോഹരം. ആ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിനെ, സിദ്ധാർത്ഥ് വീട്ടിലേക്ക് ചെല്ലുവാണ്, ഞാൻ വീട്ടിലേക്ക് വരുവാണെന്ന് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആ കുട്ടി വീട്ടിലെത്താനായിട്ട് എറണാകുളം വരെ എത്തിയപ്പോ അവരുടെ ഒരു അമ്മാവൻ, അവരുടെ ഒരു അങ്കിള് വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയുടെ തെളിവിന്റെ പുറത്താണ് ഞാൻ ഈ പറയുന്നത്. ഈ കുട്ടി എറണാകുളം വരെ എത്തിയപ്പോ, അതായത് ഈ പയ്യന് ഇവന്റെ കൂടെയുള്ള റൂംമേറ്റ് ആയിട്ടുള്ള റഹാൻ എന്ന് പറയുന്ന പേര് ശ്രദ്ധിക്കണം, പേരിൽ തന്നെയുണ്ട്. ഞാൻ പറയുന്ന സംഗതികളുടെ കിടപ്പെല്ലാം പേരിൽ തന്നെയുണ്ട്. റഹാൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ, അതായത് കൂട്ടുകാരൻ മാത്രമല്ല, റൂംമേറ്റ് ആണ്, ഹോസ്റ്റലിലെ റൂംമേറ്റ് ആണ്, ക്ലാസ്മേറ്റ് മാത്രമല്ല റൂംമേറ്റും കൂടിയാണ്. ആ റൂംമേറ്റ് വിളിച്ചു വരുത്തുകയാണ്, അത്യാവശ്യമായിട്ടൊരു പേപ്പർ കോളേജിൽ കൊടുക്കാനുണ്ട്, നീ ഉടനെ ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നും പറഞ്ഞിട്ട് ഇവര് അവനെ വിളിച്ചു വരുത്തുകയാണ്. ആ വിളിച്ചു വരുത്തുന്ന കൂട്ടത്തില് അക്ഷയ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, ഡാനി എബ്രഹാം ഉണ്ട്, അൽത്താഫ് ഉണ്ട്, റഹാൻ ഉണ്ട്. ഇനിയും പേര് എത്ര പോലെ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല, ഒരുപാട് സുറാപ്പീസ് കാണും. എന്നാലും ഈ ഒരു കേസിൽ പ്രത്യേകമായിട്ടുള്ളൊരു സംഗതി, ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് സന്തോഷിക്കാൻ മാത്രം ഒരു സംഗതിയുണ്ട്, മതേതരത്വമുണ്ട്. വലിയ ഉണ്ടംപൊരി വലിപ്പത്തില് വലിയൊരു മതേതരത്വം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഈ കൊലപാതകത്തില്. ഈ കൊലപാതകികളില് ഒരുപാട് വലിയൊരു ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പൊക്കി പിടിക്കുന്ന മതേതരത്വമുണ്ട്. അതുകൊണ്ട് അവർക്ക് സന്തോഷിക്കാം. അപ്പൊ എന്താ പറയാ, പേരുകൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. റഹാൻ ഉണ്ട്, അൽത്താഫ് ഉണ്ട്, ഡാനി എബ്രഹാം ഉണ്ട്, അക്ഷയ് ഉണ്ട്. അപ്പൊ മതേതരത്വമായിട്ടുണ്ട്. മതേതരത്വ കൊലപാതകമാണ്, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അതിനെ വിളിക്കാം. അപ്പൊ ഈ മതേതരത്വ കൊലപാതകം നടത്താനായിട്ട് ഈ വീട്ടിലേക്ക് പോയ പയ്യനെ പാതി വഴിക്ക് വെച്ചിട്ട് വിളിച്ചു വരുത്തിയിട്ട് അവനെ തേജോവധം ചെയ്യുമ്പോ, ചിത്രവധം ചെയ്യുമ്പോ ഈ 130 കുട്ടികളും കൂടെ പഠിക്കുന്ന 130 ഹോസ്റ്റലിലത്തെ പിള്ളേരുകളും നോക്കി നിൽക്കുന്ന അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ പാവം പയ്യനെ ഇത്രയും ദിവസങ്ങള് പച്ചവെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ 3 ദിവസം പീഡിപ്പിച്ച് കൊന്നത് ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ടാണെന്ന് പറയുന്നു. ഈ 130 പേരും ഏതെങ്കിലും ഒക്കെ അച്ഛനും അമ്മയ്ക്കും, നമ്മുടെ കേരളത്തിലുണ്ടായ അച്ഛനും അമ്മയ്ക്കും, ജനിച്ച അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ മക്കളായിരിക്കുമല്ലോ. എന്റെ പൊന്നു മക്കളെ, നിങ്ങളെയൊക്കെ അമ്മ പ്രസവിച്ച മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ കൊല്ലപ്പെടാനായിട്ട് കിടക്കുമ്പോ, അവനെ കൊല്ലാൻ നിൽക്കുമ്പോ ഈ 130 മക്കളും കൂട്ടുനിന്ന് അത് ആസ്വദിച്ചു എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഭാവി തലമുറ എന്താണെന്ന് നിങ്ങൾ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചോ. അത്രയ്ക്കും ക്രൂരമായ, നമ്മുടെ ഭൂമിയിൽ ഇനി കലികാലത്തിൽ പറയുന്ന പോലെ തന്നെ കലി മുളച്ചിരിക്കുന്ന ഈ 130 കലികളും, ഈ 130 കലികളും ആ ഹോസ്റ്റലിലത്തെ ഒരു വാർഡൻ ഉണ്ടാവുമല്ലോ. ഒരു ഹോസ്റ്റലായി കഴിഞ്ഞാൽ, ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്നാൽ അതിനൊരു വാർഡൻ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും. അവിടെ ഒരു വാർഡൻ ഉണ്ടെങ്കിൽ ഒരു ഹോസ്റ്റലില് ചെറിയൊരു അനക്കം കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഏതാണെന്ന് ചോദ്യം ചെയ്യുന്ന ഒരു ഹോസ്റ്റൽ വാർഡൻ ഉണ്ടായിരിക്കും, അതിനൊരു അധികാരി ഉണ്ടായിരിക്കും. ആ അധികാരികളൊന്നും ഇതറിഞ്ഞില്ല, അവരിതൊന്നും കേട്ടില്ല.
പക്ഷെ അവരുടെ അങ്കിൾ സംസാരിക്കുമ്പോ പറയുന്നു അവന്റെ ദീനമായ കരച്ചില് മൈലുകളോളം ദൂരെ കേൾക്കാമായിരുന്നു എന്ന് പറയുന്നു. അപ്പോ ഈ പറയുന്ന ഇത്രയും ക്രൂരമായിട്ടുള്ള ഈ കൊലപാതകം നടക്കുമ്പോ ഈ 130 കുട്ടികളും ഈ പയ്യന്റെ കരച്ചില് കേട്ട് കാണില്ലേ? ഒരു പാവം പയ്യന്റെ കരച്ചില്, ദയനീയമായ കരച്ചില് കേട്ട് കാണില്ലേ? അപ്പൊ യുവന്മാർക്ക് ആർക്കും വെളിവുണ്ടായി കാണില്ല. കഞ്ചാവും കഞ്ചാവും തലയ്ക്ക് പിടിച്ചിട്ട് വെളിവില്ലാത്ത ഈ 130 മക്കളും നോക്കി നിൽക്കുന്ന പിള്ളേർക്കും ഈ കുട്ടി കൊരങ്ങന്മാർക്കും ഈ എത്തപ്പൈ പിള്ളേർക്കും വെളിവുണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഒരു മനുഷ്യനായവർ ചെയ്യുന്നതാണോ ഈ പ്രവൃത്തി? ഏതെങ്കിലും ഒരാളെങ്കിലും പ്രതികരിക്കില്ലേ? ചെയ്യരുത്, ഒരു മനുഷ്യനാണത്. ഇവര് പാടി നടക്കുന്നുണ്ടല്ലോ മനുഷ്യനാകണം. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് തല്ലിക്കൊന്നിട്ട്, മധു എന്ന് പറയുന്ന ഒരു പാവം മിണ്ടാ പ്രാണിയെ പച്ചയ്ക്ക് തല്ലിക്കൊന്നിട്ട്, എന്ത് ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ളതിന്റെ പേരിൽ തല്ലിക്കൊന്ന കാപാലികന്മാരാണ്. ഈ കാപാലികന്മാരാണ് പറയുന്നത്, അവസാനം പാടുന്നത് മനുഷ്യനാകണം മനുഷ്യനാകണം എന്നിട്ട് ഇവര് പാടുന്ന പാട്ടാണിത്. മധുവിനെ ആരും പറഞ്ഞു കാണില്ലല്ലോ. ഈ കാപാലികന്മാര്, ഈ കമ്മ്യൂണിസ്റ്റ് ജിഹാദികൾ എന്ന് തന്നെ പറയും. കാരണം ഏറ്റവും വലിയ നമ്പർ 1 കൊലപാതകി, നരാധമൻ, ഒരു നരഭോജി കേരളം ഭരിക്കുന്നു. ആ നരഭോജി കേരളം ഭരിക്കുമ്പോ ഈ കേരളത്തിന്റെ ജനങ്ങളെ മുഴുവനും, മൊത്തം പറയാൻ പറ്റില്ല, ഹിന്ദു ജനങ്ങളെ മുഴുവൻ ചുട്ടു തിന്നിട്ടേ ആ നരഭോജി ആ സീറ്റ് വിട്ടു പോകുള്ളൂ. സോറി, ഈ നരഭോജിയാണ്, ആ നരഭോജിയാണ് കയറഴിച്ചു വിട്ടിരിക്കുന്നത് എല്ലാത്തിനെയും തീർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അയാൾ ആ സ്ഥാനത്ത് കയറി ഇരിക്കുവാണ്. ആ നരഭോജി ഭരിക്കുമ്പോ കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും, ആറ്റുകാൽ പൊങ്കാല നടന്ന ദിവസം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്രയോ ലക്ഷപ്പേര് സ്ത്രീകൾ വന്നിരിക്കുന്ന സ്ഥലമാണ് അവിടെ. സ്ത്രീകളുടെ ശബരിമല എന്നാണ് സാധാരണ പറയുക. ആ സ്ത്രീകളുടെ ശബരിമലയില് ലക്ഷക്കണക്കിന് സ്ത്രീകൾ വന്നിട്ട് പൊങ്കാലയിടുന്ന ദിവസം അവിടെ ഐസിസ് ഭീകരതയായിട്ട് ബന്ധമുള്ള ഒരുത്തനെ, ഒരു തീവ്രവാദിയെ, കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. വളരെ നിസ്സാരമായിട്ടേ നമ്മുടെ ചാനലുകൾ അത് കാണിക്കുള്ളൂ. കാരണം ഈ പറയുന്ന സംഗതികള് സുഡാപ്പിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിഭാഗം ജനത്തിന്റെ പേരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലുകൾക്കും അത് കാണിക്കാൻ വലിയ താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം പള്ളി ആക്രമിച്ചല്ലോ. ആ പള്ളി ആക്രമിച്ചപ്പോ അരുവിത്തറ പള്ളിയിൽ അച്ഛൻ ആക്രമിച്ച, അച്ഛൻ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. ആ അച്ഛനെ ആക്രമിക്കാനായിട്ട് ഒരു കൂട്ടം വന്നത്, അത് മുഴുവനും സുഡാപ്പീസ് ആയിരുന്നു. നമ്മുടെ ചാനലുകാർ ആരെങ്കിലും അവരുടെ പേര് പറഞ്ഞോ? കണ്ടോ നിങ്ങള്? നിങ്ങൾ ആരും കണ്ടില്ലല്ലോ, ആരുടെയും പേര് പറഞ്ഞില്ല. പേര് പറയാൻ പാടില്ല. അത് ഹിന്ദു നാമധാരികളായിരുന്നെങ്കിൽ വെണ്ടയ്ക്ക അക്ഷരത്തില് ഒരു 10,000 വട്ടം സ്ക്രോളിങ്ങും ന്യൂസും, മെയിൻ ന്യൂസും, ചർച്ചയും, പണ്ടാരക്കെട്ടും, വെടിവെപ്പും എല്ലാം ആയേനെ. അത് അവിടെ വന്നത് മുഴുവനും ഒരു വിഭാഗം ജനങ്ങളായത്, ഒരു വിഭാഗത്തിന്റെ മാത്രം പേരുകളായതുകൊണ്ട് അത് പറയാൻ പാടില്ല. നമ്മുടെ മറുനാടൻ മലയാളി മാത്രം അത് റിപ്പോർട്ട് ചെയ്തു. മറുനാടൻ മലയാളി റിപ്പോർട്ട് ചെയ്തപ്പോഴും പേര് പറയാൻ പാടില്ലെന്ന് കൃത്യമായ ഭീഷണിയുണ്ട്. അതുകൊണ്ട് പേര് പറഞ്ഞില്ല. അപ്പൊ ആ പള്ളി ആക്രമിച്ച കൂട്ടത്തില് ഈ പറയുന്ന ഗാങ് ആയിരുന്നു, ഇതുപോലത്തെ ഗാങ് ആണ്. ആ ഗാങ്ങിനെ ആരാ കയറൂരി വിടുന്നത്? ആരാ അധികാരം കൊടുത്ത് കയറൂരി വിടുന്നത്? ഈ പറയുന്ന മുഖ്യമന്ത്രി അറിയാണ്ട് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുവോ? നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അറിയുന്നില്ലേ? മുഖ്യമന്ത്രി ഒന്നുകിൽ കേരളത്തിന്റെ അവസാനമായിട്ടുണ്ടായിരിക്കും. കേരളം എന്ന നാടിന്റെ, ഗോഡ്സ് ഓൺ കൺട്രിയുടെ അവസാനമായി കാണും. ആ അവസാനമായിട്ടാണ് ഇതുപോലത്തെ ഒരു കാലൻ ആ കേരളം ഭരിക്കുന്നത്. ആ കാലൻ ഭരിക്കുമ്പോ ഈ പറയുന്ന തോന്നിവാസങ്ങൾ മുഴുവൻ ഒരു കൂട്ടം പറ്റം ആൾക്കാരെ കയറൂരി വിടും. ആരെ വേണമെങ്കിൽ നിങ്ങൾ പോയി തീർത്തോ, പ്രശ്നമില്ല. അതാണ് നടക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ വെളിച്ചത്തില് ആ പറയുന്ന എന്താ പറയാ, പൊങ്കാലയിടാനായിട്ട് വന്ന സ്ത്രീകളുടെ നടുവിൽ നിന്ന് വലിയൊരു തീവ്രവാദിയെ അന്ന് അറസ്റ്റ് ചെയ്തിട്ട്, ആ തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തിട്ട് അയാൾ വന്ന വണ്ടിയില് പോലീസിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു. എത്രയോ പോലീസുകാർ അയാളെ സല്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പോലീസിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടിയിലാണ് ഈ കൊടും ഭീകരൻ നടന്നിരുന്നത്. കൊടും ഭീകരൻ എന്നിട്ട് അവരുടെ ഏതെങ്കിലും വകയിലൊരു ഭാര്യ, ഏതോ ഒരു 2-3 എണ്ണത്തിൽ ഒരെണ്ണം ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ ഭാര്യയുമായിട്ടുള്ള ഡിവോഴ്സിന്റെ പ്രശ്നം പറഞ്ഞിട്ട് പള്ളിക്കാരി വിളിച്ചു വരുത്തിയിട്ട് ഇയാൾ അവിടെ വന്നിട്ട് ബഹളം വച്ചതിനെ തുടർന്നാണ് അവര് പോലീസിനെ വിളിച്ചിട്ടാണ് പോലീസ് അവിടെ ചെല്ലുന്നതും ഈ പറയുന്ന കൊടും ഭീകരനെ കാണുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അവനെ യാതൊരു തരത്തിലുള്ള വകുപ്പുകളും ചേർത്താതെ ഒരു പ്ലാവിലയിൽ കുഞ്ഞിഞ്ഞിച്ച് കളിച്ച എന്തോ ഒരു വകുപ്പുണ്ട്. ഈ
മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ടവരാവുമ്പോൾ ഈ പ്ലാവിലയിൽ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന ഒരു വകുപ്പുണ്ട്. ആ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന വകുപ്പും ഇട്ട് ചാർത്തിക്കൊണ്ട് അവനെ നീരുപാധികം വിട്ടയച്ചു. ഇനി നീരുപാധികം വിട്ടയച്ചില്ലെങ്കിൽ ഈ മനുഷ്യത്വമുള്ളവന്മാര് മുഴുവനും വന്ന പോലീസ് സ്റ്റേഷൻ കയറി നിരങ്ങും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ രാജേഷ് അങ്ങനെയുള്ള കുറെ ടീമുകളുണ്ട്. അവിടെ തന്നെ ട്രിവാൻഡ്രത്ത് നമ്പർ 1 മേയർ തന്നെ ആദ്യം ഇറങ്ങും, പിന്നെ രാജേഷ് വരും, പിന്നെ അതിന്റെ പുറകിൽ വരും. അങ്ങനെ മനുഷ്യ സ്നേഹികളായിട്ട് എല്ലാവരും വരും കാണാനായിട്ട്. ഈസി ആയിട്ട് ഇറക്കിക്കൊണ്ട് പോകും. അപ്പൊ അതൊന്നും വേണ്ടാന്ന് കരുതിയിട്ട് പോലീസുകാർ പൊന്നെ പുലിവാല് നമ്മൾ തൊട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറക്കി വിട്ടു കൊടും ഭീകരനെ. അയാളിൽ ചാർത്തിയ പിന്നെ വകുപ്പുകളാണ് അതിനേക്കാളും തമാശ. അത് കോമഡി. അത് കഴിഞ്ഞു. അവിടുന്ന് ഇങ്ങോട്ട് ആ പൊങ്കാലയിടുന്ന ദിവസം തന്നെ നമ്മുടെ കളക്ടർ, നമ്മുടെ ദിവ്യ എസ് അയ്യര് അന്ന് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുമ്പം ആ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ആ സോഷ്യൽ മീഡിയയിൽ ദിവ്യ എസ് അയ്യർ ഇട്ട പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ഇത് ബീഫ് കറിയാണോ, ഇത് ചിക്കൻ കറിയാണോ, ഇതാണോ ദേവിക്ക് പിന്നെ പൂജിക്കുന്നത്, ഇന്ന് ദേവിക്ക് ആരാധിക്കുന്നത് ബീഫുമായിട്ടാണോ എന്നും പറഞ്ഞിട്ട് കുറെ സുഡാപ്പികൾ വന്നിട്ട് ആ നെയിം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സുഡാപ്പിസ് മനഃപൂർവ്വം വന്നിട്ട് അവരുടെ വിശ്വാസങ്ങളെ ചൊറിയാനായിട്ട് വന്നിട്ട് അവിടെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കമന്റുകൾ നമുക്ക് കാണാം. നമ്മൾ കണ്ടതാണ്. അപ്പോ അവര് കളക്ടറാണ്. അവര് എന്തുമാത്രം പഠിച്ച് അറിവോട് കൂടിയിട്ടായിരിക്കും അവരവിടെ വന്നിട്ടുണ്ടത്. അവരുടെ പേരിന്റെ കൂടെ ദിവ്യ എസ് അയ്യർ എന്ന് കൃത്യമായിട്ട് അവര് ഇതുവരെ മാറ്റാത്തൊരു പേരുണ്ട് അവർക്ക്. അതുകൊണ്ടാണ് അവരും ഇതേപോലെ വലിച്ചഴക്കപ്പെടുന്നത്. ആ സ്ഥാനത്ത് തന്നെ മമ്മൂട്ടി പോയിരുന്നു ചെകുത്താന് കല്ലെറിയാൻ. നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഇവിടെ ജാതി പറയാണ്, വർഗീയത പറയാണെന്ന് നിങ്ങൾ പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതേ അവസ്ഥയിൽ കൂടെ തന്നെയാണ് മമ്മൂട്ടി പോയിട്ട് ചെകുത്താന് കല്ലെറിഞ്ഞു വന്നത്. അവിടെ പോയിട്ട് മുത്തിയിട്ട് കല്ലെറിഞ്ഞു വന്നതിന്റെ പിക്ചറുകൾ അടക്കം നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. ഒരു ഹിന്ദു നാമധാരി പോലും പോയിട്ട് മമ്മൂട്ടിയുടെ ആ പറയുന്ന സംഗതിയുടെ അടിയിൽ പോയിട്ട് ഒരു അനാവശ്യവും പറയാനായിട്ട് ഇവിടുന്ന് പോയില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? കണ്ടില്ല. ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ദേവിക്ക് പൂജിക്കുന്നത് ചിക്കൻ കറിയാണോ ബീഫ് കറിയാണോ എന്ന് ചോദിക്കാൻ വന്നിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും അതല്ല തമാശ, ഈ ദിവ്യ എസ് അയ്യരുടെ ആ പോസ്റ്റ് കണ്ടു, അതുപോലെ നിന്നു. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ അവരുടെ ഭർത്താവ് ശബരിനാഥ് ഊണിന് ഏതോ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫോട്ടോ ഇട്ടിട്ട് സോഷ്യൽ മീഡിയയില് ആ ഊണിന് ഇന്ന് ഊണിനൊപ്പം ബീഫ്, ഉലർത്തിയ ബീഫ്, ശബരിനാഥിന്റെ പോസ്റ്റ്. അപ്പൊ ഈ ശബരിനാഥ് എന്ന് പറയുന്നവൻ അവന്റെ ഭാര്യയെ പറഞ്ഞപ്പോ അവനൊന്നും എതിർക്കാനോ സംസാരിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരി, ഓക്കെ, സമ്മതിക്കാം. അത് കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ ഇതേപോലെ നാണം കെടുത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ തോന്നിവാസം വിളിച്ചു പറഞ്ഞിട്ട് അനാവശ്യം പറഞ്ഞപ്പോ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വേണ്ട. സ്വന്തമായിട്ട് ബീഫ് വിളമ്പി വെച്ചിട്ട് ആ അമേദ്യം തിന്നാനായിട്ടിരിക്കുന്ന പടം അവന് അമേദ്യം കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെ, നമുക്ക് യാതൊരു വിരോധമില്ല, അവന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ അമേദ്യം വയറ് തിന്നാനിരിക്കുമ്പം അത് ഫോട്ടോ ഇട്ടിട്ട് മറ്റുള്ളവരെ വെല്ലുവിളിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അവന്റെ ഭാര്യ അവൻ ആരായി? സ്വന്തം ഭാര്യയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഇവനൊക്കെയാണോ, ഒരു കുടുംബം സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഇവനൊക്കെയാണോ നാട്ടിൽ നമ്മളെ ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ഈ നാണം കെട്ടവന് നാണമുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ത്രീ എന്ന് പറയുന്ന അത് എന്നും പറഞ്ഞ അബലകൾ തന്നെയാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം എന്താണെങ്കിൽ വെളിവും വെള്ളിയാഴ്ചയും എത്ര പഠിച്ചാലും എത്ര ഡിഗ്രി എടുത്താലും IAS കളക്ടർ ആയാൽ പോലും അവർക്കും തെറ്റ് പറ്റാം എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും പൊസിഷനിൽ ഇരിക്കുന്ന ദിവ്യ അയ്യർക്ക് തെറ്റ് പറ്റിയെങ്കിൽ ഇവിടെ ഏത് സ്ത്രീകളും ഏത് സമയത്തും ഇതുപോലെ ചൂഷണം ചെയ്യപ്പെട്ട് ചതിക്കപ്പെട്ട് ജീവിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് എന്ന് വേണം പറയാൻ, എന്ന് വേണം ചിന്തിക്കാൻ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സാധാരണക്കാരിയായ ഞാനാണ് ഭേദം, ഞാനാണ് ബെറ്റർ. കാരണം നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ ഏറ്റവും വലിയ താഴെക്കട കിടക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ കുടുംബം നമുക്കൊപ്പമുണ്ട്. നമ്മുടെ കുടുംബം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ കുടുംബം നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈ വക ആൾക്കാരെ കാണുമ്പോഴാണ് നമുക്ക് പുച്ഛം തോന്നുന്നത്. സ്വന്തമായിട്ട്, അതായത് ഈ പറയുന്ന എന്താ പറയാ, അവരുടെ കല്യാണമൊന്നും ഇന്നും എന്റെ മനസ്സിലുണ്ട്. അവരുടെ കല്യാണത്തിന് അവർ പബ്ലിക്കായിട്ട് പിന്നെ മന്ത്രോച്ചാരണങ്ങളോട് കൂടിയിട്ട് കല്യാണം കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് നമ്മൾ എല്ലാവരും സന്തോഷിച്ച ഒരു കപ്പിൾസാണ് ഈ കപ്പിൾസ്. പക്ഷെ ഈ കപ്പിൾസിന്റെ ജീവിതത്തില് നാട്ടുകാരെ കാണിക്കുകയാണ് അവരുടെ കുടുംബത്ത് നടക്കുന്ന ആ സ്വരച്ചേർച്ചയുടെ മഹിമ, ഭാര്യ ഭർത്താവിന്റെ നടുവിലുള്ള സ്വരച്ചേർച്ചയുടെ മഹിമ നാട്ടുകാർ വായിച്ചറിയാണ്. എന്നിട്ടാണ് ശബരിനാഥ് 2ാമത്തെ ദിവസം, പൊങ്കാല കഴിഞ്ഞ് 2ാമത്തെ ദിവസം അവന്റെ വക പോസ്റ്റ് എന്ത്, ഞാൻ ഊണിനൊപ്പം ബീഫ്.
അപ്പോ ഇത് മുഴുവനും ഇവരൊക്കെ ചെയ്യുമ്പോൾ ഈ മലർന്നു കിടന്ന് തുപ്പിക്കഴിഞ്ഞാൽ അവനവന്റെ നെഞ്ചത്ത് തന്നെ വന്ന് വീഴുന്നത് ശബരിനാഥ് ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ. അതെന്താവട്ടെ അവരുടെ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഹിന്ദുവാണ്, ഇവിടെ ഹിന്ദുവിനെയാണ് എല്ലാവർക്കും കൊല്ലേണ്ടതും തിന്നേണ്ടതും അടിച്ചമർത്തേണ്ടതും ഹിന്ദുവിനെയാണ്. ബാക്കി ആരുടെ നെഞ്ചത്തോട്ടും കയറാൻ വരുന്നില്ല. അതിന് ഇവരെല്ലാവരും പാല് കൊടുത്ത് വളർത്താണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യ മണ്ടരി ഈ പറയുന്ന സുഡാപ്പി കുഞ്ഞുങ്ങളെ പാല് കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുക. പാല് കൊടുത്തിട്ട് എന്നിട്ട് മറ്റുള്ളവനെ തീർക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ് ഇതുപോലെ. കാരണം ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ഈ മുഖ്യമണ്ടരി അടക്കം ഇവന്മാരുടെയൊക്കെ മക്കള് പഠിക്കുന്നത് വിദേശത്താണ്. ഇവന്മാരുടെ കുടുംബത്തെ മക്കള് മുഴുവനും പഠിക്കുന്നത് വിദേശത്താണ്. വിദേശത്ത് പോയി ഡിഗ്രി എടുത്ത് മാന്യമായിട്ട് മറ്റുള്ള നാടുകളിൽ പോയിട്ട് ജോലി ചെയ്ത് കോടികൾ സമ്പാദിച്ച് അച്ഛൻ ഇവിടെ രാഷ്ട്രീയക്കാർ കട്ടുമുടിക്കുന്ന കാശുണ്ടാക്കുമ്പോ മക്കള് പോയിട്ട് മറ്റുള്ളവരടുത്ത് പോയിട്ട് കട്ടുമുടിച്ച് കാശുണ്ടാക്കിയിട്ട് അവര് സുഖമായിട്ട് ജീവിക്കുന്നു. പാവം ഈ എത്തപ്പൈ പോലുള്ള ഇതുപോലുള്ള മൃഗീയമായ കുറെ സംഘടനകളിലെ കുറെ പിള്ളേരെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ ഭാവി അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള കളികളാണ് ഇവരിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സംഗതിയിലൊക്കെ പോയി പെടുന്നത് ആരാ? അവിടെയും ഹിന്ദു. ഭാവി ഇരുളടഞ്ഞു പോകുന്ന രീതിയിൽ കുട്ടിക്കുരങ്ങന്മാരെ റോട്ടിലേക്ക് ഇറക്കി വിടുന്ന ചുടുചോറ് വാരിക്കുന്ന അവസ്ഥ ചെയ്യുന്നത് ഈ എത്തപ്പൈ എന്ന് പറയുന്ന സംഘടന. അവിടെയും ആരാ തോറ്റു പോകുന്നത്? അവിടെയും ഹിന്ദു. ന്യൂനപക്ഷക്കാരനൊന്നും സംഭവിക്കുന്നില്ല. കാരണം ന്യൂനപക്ഷക്കാരനെ കെട്ടിപ്പിടിക്കാനായിട്ട് ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയക്കാരും ഒന്നിനൊന്ന് മെച്ചമാണ്. അവര് വാദിക്കുകയാണ്. അത് ആ കാര്യത്തിൽ കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും ഒരേപോലെയാണ്. ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ നാറികളും ഈ പറയുന്ന ഭരണകർത്താക്കൾ എന്ന് പറയുന്ന ഈ മാർക്സിസ്റ്റ് തീവ്രവാദികളും. ഇവര് രണ്ടും ഇക്കാര്യത്തില് കേമന്മാരാണ്. ഈ പറയുന്ന ന്യൂനപക്ഷക്കാരനെ പ്രീണിപ്പിക്കാൻ. ഇവിടെ ന്യൂനപക്ഷക്കാരനെ മാത്രം പ്രീണിപ്പിച്ചാൽ മതി, അവന്റെ വോട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ അവന്റെ വോട്ട് മാത്രം മേടിച്ച് ഇവർ ജീവിക്കട്ടെ. ഇവിടുത്തെ ഹിന്ദുക്കൾ എന്തുകൊണ്ട് അത് മനസ്സിലാക്കാത്തത്? ഇവിടെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. നാളെ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവന്മാരെ ഒറ്റപ്പെടുത്തണം. ഇവിടെ എന്തിനാണ് രാഷ്ട്രീയം? ഈ രാഷ്ട്രീയത്തില് ഇപ്പം മാർക്സിസ്റ്റുകാർ കുറെ കാലം ഭരിച്ചു കഴിഞ്ഞാൽ ഒരു കാലം അപ്പുറത്തേക്ക് മാറും. ഇത് വലത്തെ കാലിലെ മന്ത് ഇടത്തെ കാലിലേക്ക് ആക്കുന്നു, ഇടത്തെ കാലിലെ മന്ത് വീണ്ടും വലത്തെ കാലിലേക്ക് ആക്കുന്നു എന്നല്ലാണ്ട് എന്ത് വ്യത്യാസമുണ്ട് നമ്മുടെ കേരളത്തില്? എന്ത് വ്യത്യാസമാണുള്ളത്? ഇത്രയും തോന്നിവാസങ്ങളും ഇത്രയും തെണ്ടിത്തരങ്ങളും ഈ ഭരണപക്ഷം കാണിക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട് പോലെങ്കിലും ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ആ മാസം തികയാണ്ട് പറ്റ ചാപ്പിള്ളകള്, ഈ പ്രതിപക്ഷത്തിനെ വിളിക്കേണ്ട പേരാണ് ചാപ്പിള്ളകള്, ഇവിടെ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കുന്നുണ്ടോ? ഈ പ്രതിപക്ഷം എന്നുള്ള പേരിൽ അവിടെ പോയി ഇരിക്കുന്നുണ്ടല്ലോ ഈ ചതീച്ചനും രമേശനൊക്കെ. ഇവനൊക്കെ ആരെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓവറാവും, ഇവനൊക്കെ ആരെ കാണാൻ വേണ്ടി അവിടെ പോയിരിക്കുക? ഇവൻ എന്തോ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ നാട്ടിൽ നടക്കുന്ന അനാവശ്യങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ ഇവർക്ക് പറയാനും മിണ്ടാനും പറ്റുമോ? മിണ്ടാൻ പറ്റില്ല. കാരണം അവൻ കക്കുമ്പോ ഇവൻ കൂട്ടാണ്, ഇവൻ കക്കുമ്പോ അവൻ കൂട്ടാണ്. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത്. ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തില് ഞാൻ കൊല്ലുമ്പോ നീ എനിക്ക് കൂട്ടുനിൽക്ക്, നീ കൊല്ലുമ്പോ ഞാൻ നിനക്ക് കൂട്ടുനിൽക്കാം. അത് കൊലപാതക രാഷ്ട്രീയം. കക്കുന്ന കാര്യത്തിലും ഞാൻ കക്കുമ്പോ നീ കൂട്ടുനിൽക്ക്, നീ കക്കുമ്പോ ഞാൻ കൂട്ടുനിൽക്കാം. അപ്പൊ ഈ ഭരിച്ചു പോകുന്ന സമയത്ത് കട്ട് മുടിക്കുമ്പോൾ ഈ കട്ട് തിന്നത് ശർക്കര കുടത്തിൽ കൈയിടുമ്പോ നക്കിയിട്ടുണ്ടാവും, രണ്ടു കൂട്ടർ നക്കിയിട്ടുണ്ടാവും. അപ്പൊ മറ്റേ കൂട്ടർ നക്കുമ്പോ ഇവർക്ക് കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങളുടെ ഭാഗത്ത് സത്യവും നീതിയും ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ഒരാളുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ പറ്റുള്ളൂ. അത് ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ ആർക്കെങ്കിലും നട്ടലുണ്ടോ? ഈ കോൺഗ്രസ് ഭരിച്ച ഈ കണ്ട കാലം ഭരിച്ച ഈ കണ്ട നേതാക്കളോട് മുഴുവനും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ എങ്ങനെ കയറൂരി വിടുവോ? ഇല്ല. നിങ്ങൾക്ക് മിണ്ടാൻ ആർജവമില്ല. എന്തുകൊണ്ടാ ഇല്ലാത്തത്? നിങ്ങൾ പണ്ടേ നിങ്ങളുടെ നട്ടൽ അവരുടെ കാൽക്കലിൽ കൊണ്ട് പണയം വെച്ചതാണ്. കാരണം ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇവിടെ നിൽക്കുന്നിടത്തോളം ഈ കേരള നാടുണ്ടല്ലോ ചക്രശ്വാസം വലിച്ച് അവസാനിക്കാനായി കിടക്കുവാണ് ഈ കേരള രാജ്യം. ഈ കേരള രാജ്യത്തിന് ആർക്കും ഒരു രക്ഷയുമില്ല, ഇവിടെ ജീവിക്കാനേ പറ്റത്തില്ല. അതുപോലത്തെ അവസ്ഥയിലേക്കാണ് കേരള രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു സംശയവും ഇല്ല. പ്രത്യേകിച്ചും ഇവിടുത്തെ ഹിന്ദു ഇവിടെ ജീവിക്കാം, മനസമാധാനത്തോടുകൂടി ജീവിക്കാമെന്ന് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും വെച്ച് പുലർത്തണ്ട. കാരണം ഇവിടുത്തെ ഓരോ ദിവസം ചെല്ലും തോറും ഒരു വിശ്വാസി ആയിക്കോട്ടെ അവിശ്വാസി ആയിക്കോട്ടെ എന്തോ തന്നെ ആയിക്കോട്ടെ ഇവിടെ വിളിച്ച് പറയുന്ന, ഇപ്പൊ നമ്മുടെ പ്രതാപനാണ് ചോദിച്ചത്, ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന്
പിന്നെ കപ്പയും മീനും വിളമ്പിയാൽ എന്താ പ്രശ്നം എന്ന്? ആറ്റുകാൽ പൊങ്കാലയിടന്ന് കപ്പയും മീനും വിളമ്പിയാൽ നമുക്കൊരു പ്രശ്നവുമില്ല. കാരണം അത് പ്രതാപന്റെ അടുക്കളയിലാണെങ്കിൽ, പ്രതാപന്റെ അടുക്കളയിലാണ് കപ്പയും മീനും വിളമ്പണമെന്നുണ്ടെങ്കിൽ, പ്രതാപന്റെ ഭാര്യയാണ് വിളമ്പണമെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പിന്നെ എന്താ പറയാ പ്രശ്നവും ഇല്ല. പക്ഷെ നാട്ടിലല്ലല്ലോ. പക്ഷെ അവൻ പറയുന്നതൊക്കെ അത് ഹിന്ദുവിന്റെ ആചാരമായത് കൊണ്ടാണ് അവനത് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്. അതും അങ്ങനെ ആയതുകൊണ്ടാണ് അവൻ ഇന്ന് കയ്യും കാലും കണ്ണും മൂക്കൊക്കോട് കൂടി ജീവിച്ചോണ്ടും പോകുന്നത്. അത് നേരെ മറിച്ചിട്ട് മറ്റൊരു തരത്തിലുള്ള ആവശ്യമായിരുന്നെങ്കിൽ അത് ഒരിക്കലും നടക്കുമായിരുന്നില്ല, ഒരിക്കലും. അതാണ് അതിന്റെ പ്രത്യേകത. ഇവനൊക്കെ ധൈര്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഹിന്ദുവിനെ മാത്രം ചൊറിയുന്നുണ്ടല്ലോ. ഹിന്ദു എന്നും എന്നും ഹിന്ദു ഇവർക്കൊക്കെ ഇതേപോലെ ചൊറിയാനും ഇതുപോലെ തറയിലിട്ട് ചവിട്ടാനും പറ്റുന്ന ഒരു സംഗതിയാണ് ഹിന്ദു. അത് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയക്കാരും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം. ഇപ്പൊ നമ്മൾ ചോദിക്കും, നമുക്ക് അമ്മയുണ്ട്, അമ്മയും ഒരു സ്ത്രീയല്ലേ, എനിക്കിപ്പോ നാളെ പോയി കിടക്കാൻ തോന്നിയാ എനിക്ക് അമ്മയുടെ കൂടെ കിടന്നൂടെ എന്ന് ചോദിക്കുന്ന അതേ അവസ്ഥയാണ് പ്രതാപ. ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് കപ്പയും മീനും വിളമ്പിക്കൂടെ നീ ചോദിക്കുന്ന ഭാഷ അമ്മയും സ്ത്രീയല്ലേ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. ഒരു പറ്റക്കാരെ മാത്രം, ഒരു പറ്റം, അത് അതേ അവസ്ഥയിൽ ഈ പ്രതാപൻ എന്ന് പറയുന്ന ഈ പറയുന്ന രാഷ്ട്രീയ നേതാവ് ചോദിച്ച, അല്ലെങ്കിൽ അവന് മുസ്ലിം പിന്നെ പ്രീണനം നടത്തിയ അവന്റെ പ്രസംഗം തന്നെ നമുക്ക് എല്ലാവർക്കും കാണാവുന്നതാ. അവന്റെ മുസ്ലിം പ്രീണനം നടത്തി അവന് മുസ്ലിമിന്റെ വിശ്വാസങ്ങളും എല്ലാ ആചാരങ്ങളും അവന് തലയ്ക്ക് പിടിച്ച് അവനാകെ മുസ്ലിമായിട്ട് വേർക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. അവൻ തന്നെയാണ് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എന്തുകൊണ്ട് കപ്പയും മീനും വിളമ്പിക്കൂടാ. അത് കേൾക്കേണ്ടതാണ്. ഇവിടുത്തെ മനുഷ്യരെല്ലാവരും എന്തിനാണ് ഇങ്ങനെ ഹിന്ദുവിനിട്ട് ചൊറിയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹിന്ദുക്കൾക്ക് നേരെ മാത്രമാണ് ഇവന്റെ ചൊറിച്ചിൽ മാത്രം. ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ ഈ കണ്ട പ്രശ്നങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടന്നു. നമ്മുടെ ജോസഫ് മാസ്റ്റർ കൈ വെട്ടിയിട്ടുള്ള ഈ പിന്നെ പ്രതി, അതിലുണ്ടായിരുന്ന ഒന്നാം പ്രതി 14 വർഷത്തിന് ശേഷമാണ് അത് കണ്ടുപിടിച്ചത്. ആര് കണ്ടുപിടിച്ചു? കേരള പോലീസാണോ? അല്ല. ഈ 14 വർഷവും ഈ പ്രതി താമസിച്ചത് കണ്ണൂര് പാർട്ടി ഗ്രാമത്തിലായിരുന്നു. അവൻ ഈ കൊലപാതകം ചെയ്തു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കൈ വെട്ടിക്കഴിഞ്ഞിട്ട്, കൈയും കാലും വെട്ടിക്കഴിഞ്ഞിട്ട് അവൻ സുഖമായിട്ട് ജീവിച്ചു, കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി, ആൾമാറാട്ടം നടത്തി അവൻ ജോലി ചെയ്ത് ജീവിക്കുമായിരുന്നു. ആ ജീവിച്ചിട്ടും കൂടി അവനെ ആരും കണ്ടുപിടിച്ചില്ല. അതാണ് കേരള പോലീസ്. കേരള പോലീസിന് കഴിവുണ്ട്, ഇല്ലെന്ന് പറയില്ല. പക്ഷെ കേരള പോലീസിനെ കൊണ്ട് പണി എടുപ്പിക്കാൻ വിടില്ല. ആര്? ആ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ആഭ്യന്തര മന്ത്രി. ആഭ്യന്തര മന്ത്രി വിചാരിക്കും ഇവിടെ ആരൊക്കെ ശിക്ഷിക്കപ്പെടണം, ആരൊക്കെ ശിക്ഷിക്കപ്പെടണ്ടെന്ന്. നമ്മുടെ നാട്ടിൽ ഒരാൾ ഹെൽമെറ്റ് വെക്കാണ്ട് പോയാൽ അവന് ചിലപ്പം ഏറ്റവും പിന്നെ ജാമ്യം കിട്ടാത്ത വകുപ്പൊക്കെയായിരിക്കും ചാർത്തി കൊടുക്കുക. പക്ഷെ കൊലപാതകം ചെയ്തവന് ഒരു പ്രശ്നവും ഇല്ല. കൊലപാതകം ചെയ്തവനെ ഇവര് എന്താ പറയാ പൂവിട്ട് പൂജിക്കും. അത് ചെയ്തവൻ സുഡാപ്പിയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോ ആണെങ്കിൽ അവന് എവിടെ പോയാലും എന്ത് ചെയ്താലും യാതൊരു പ്രശ്നങ്ങളും ഇല്ല, സുഖമായിട്ട് ജീവിക്കാം. അതാണ് അവസ്ഥ. അപ്പോ ഇതുപോലുള്ള വേർതിരിവുകള്, ഈ സർക്കാരിന്റെ തോന്നിവാസങ്ങള്, ഈ പറയുന്ന SFI എന്ന് പറയുന്ന ഈ എന്താ പറയാ നരാധമന്മാര്, ഈ ക്രൂര മൃഗങ്ങള് നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണം. ഒരു വിഭാഗമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നടക്കുന്നത്. ഒരു വിഭാഗമായതുകൊണ്ട്, സിദ്ധാർത്ഥ ആയതുകൊണ്ടാണ് കൊല്ലപ്പെട്ടത്. അഭിമന്യു ആയതുകൊണ്ടാണ് കൊല്ലപ്പെട്ടത്. അഭിമന്യു പിന്നെ എന്താ പറയാ മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ ഷാജഹാൻ എന്നോ എന്ത് പേരായിരുന്നെങ്കിൽ അവനെ ആരും കൊന്നേനില്ല. ഈ കൊല്ലുന്നതിന്റെയൊക്കെ പുറകിൽ കളിക്കുന്നത് ഈ സുഡാപ്പികളാണ്. തീവ്ര ചിന്താഗതിയുള്ള ഈ ഗ്രൂപ്പാണ് ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ഈ പറയുന്ന കൊലപാതകങ്ങൾ നടത്തുന്നത്. കൊല്ലപ്പെടുന്നവൻ എന്നും ഹിന്ദു മാത്രമാണ്. ചിന്തിക്കണം അത്. ഇവിടെ രാഷ്ട്രീയക്കാര് ഏറ്റവും കൂടുതൽ വാദിക്കുന്നതും മെക്കിട്ട് കയറുന്നതും നാണം കെടുത്തുന്നതും ഹിന്ദുവിന്റെ ചടങ്ങുകൾക്ക് മാത്രമാണ്, ഹിന്ദു ദൈവങ്ങളെ മാത്രമാണ്, ഹിന്ദു ജാതികളെ മാത്രമാണ്. എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു? എന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാ ഹിന്ദു മാത്രം ടാർഗറ്റ് ആവുന്നത്? ഇവരെന്തുകൊണ്ടാ സുഡാപ്പി കുഞ്ഞുങ്ങൾക്ക് പാലും കൊടുത്തിട്ട് ഇത്രയും ന്യൂട്രീഷൻസും കൊടുത്തിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന എന്തിനാ? ഇതൊരു തീവ്ര എന്താ പറയാ താലിബാനിൽ പോലും ഇല്ലാത്ത ക്രൂരതയാണ് ഈ പിള്ളേരുകൾ ചെയ്തത്. താലിബാൻ പോലും ഞെട്ടിവിറയ്ക്കുന്ന രീതിയിലുള്ള കൊലപാതകമാണ് ഈ പിള്ളേർ ചെയ്തത്. ഈ വയനാട്ടിൽ നടന്ന വെറ്റിനറി കോളേജിൽ നടന്ന സംഗതിയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു മനുഷ്യനായവർക്ക് പറ്റുമോ? ഇനി അതിൽ എന്തെങ്കിലും ശിക്ഷിക്കപ്പെടാൻ പോകുന്നുണ്ടോ? ഇല്ല. പ്രധാന പ്രതികളെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പ്രധാന പ്രതികളെയൊന്നും ആരും പിടിക്കാൻ പോകുന്നില്ല. അത് 14 കൊല്ലം 15 കൊല്ലമൊക്കെ എവിടെയെങ്കിലും കിടക്കും. പിന്നെ വല്ല ആണുങ്ങളും വരുന്ന കാലത്ത് യോഗം ഉണ്ടെങ്കിൽ അവർ പിടിക്കും. ഇല്ലെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
പണ്ട് നമ്മുടെ നാട്ടില് എന്താ പറയാ പരുമല കോളേജില് 3 വിദ്യാർത്ഥികള് പമ്പാ നദിയിലേക്ക് ചാടി മരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ മറന്നു കാണില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. ആ കുട്ടികള് പരുമല കോളേജിൽ വന്ന് പിന്നെ ആ പമ്പാ നദിയിൽ ചാടി മരിച്ചിട്ട് അവിടെ ഈ എത്തപ്പയുടെ ഈ പറയുന്ന ഗുണ്ടകൾ ABVP പിള്ളേരായിരുന്നു. ആ കുട്ടികളെ കല്ലെടുത്തെറിഞ്ഞ് വെള്ളത്തിലേക്ക് അവർ ചാടിയിട്ടും അവർക്ക് പ്രാണരക്ഷാർത്ഥം അവരെ കല്ലെടുത്തെറിഞ്ഞ് കൊന്നിട്ടാണ് അവരെ വെള്ളത്തിലിട്ട് കൊന്നത്. എന്നിട്ടാണ് നാട്ടുകാര് ജഡം വലിച്ചു കയറ്റിയത്. ആ ജഡം വലിച്ചു കയറ്റി അത്രയും പബ്ലിക് ആയിട്ടുള്ള ജനങ്ങൾ നോക്കി നിൽക്കെ കല്ലെറിഞ്ഞ് കൊന്നിട്ട് ആ കുട്ടികൾ മരണപ്പെട്ടിട്ട് ആ 3 കുട്ടികളെയും സ്വയം കള്ളും കുടിച്ച് പുഴയിലേക്ക് എടുത്ത് ചാടി മരിച്ചതാണെന്നുള്ള രീതിയിൽ റിപ്പോർട്ട് വന്നു. ആ പറയുന്ന പ്രതികളെ മുഴുവനും വെറുതെ വിട്ടു. ഇത് പണ്ട് നമ്മുടെ ഏത് വർഷത്തിലാണ്? 1996 സെപ്റ്റംബർ 17 സംഭവിച്ചതാണ്. നിങ്ങൾ ആരും മറന്നു കാണില്ല. അതേപോലെ തന്നെ എല്ലാ തെളിവുകളും മാറ്റി സിദ്ധാർത്ഥിന്റെ കൊലപാതകങ്ങളും രക്ഷപ്പെടും, ഒരു സംശയവും ഇല്ല. കാരണം കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ സഖാവാണ്. ഈ സഖാക്കൾ എല്ലാവരും കൂടി കേരളത്തിനെ അവസാനിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. ഈ എത്തപ്പയും ഈ കമ്മ്യൂണിസവും ഈ കേരള രാജ്യത്തെ നാമാവശേഷമാക്കിയിട്ടേ അവസാനിക്കുള്ളൂ. നിങ്ങൾ അത് എഴുതി വെച്ചോ. അല്ലെങ്കിൽ മലയാളിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, ഇനിയെങ്കിലും മലയാളിക്ക് ബോധമുണ്ടെങ്കിൽ മലയാളി മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ മലയാളി നിന്റെ യോഗം, അല്ലാതെ കൂടുതലൊന്നും പറയാനില്ല. നിന്റെ കുടുംബത്തെ കുട്ടികളും ഇവന്മാരുടെ മക്കളൊക്കെ സേഫാണ്. ഈ രാഷ്ട്രീയക്കാരുടെ എല്ലാവരുടെ മക്കളും സേഫാണ്. അപ്പോ ആ മക്കളെയൊക്കെ സേഫ് ആക്കിയിട്ട് നാട്ടുകാരുടെ മക്കളെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവന്നിട്ട് തീവ്രവാദികളെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ മക്കളെ കൊലയ്ക്ക് കൊടുക്കും. കാരണം തീവ്രവാദികള് ഇന്ന് നമ്മുടെ നാട്ടിൽ നിരോധിച്ച സംഘടനയായിട്ടുള്ള SDPI അടക്കം തീവ്രവാദികൾ മുഴുവൻ മുസ്ലിം തീവ്രവാദികളും നുഴഞ്ഞു കയറിയിട്ടുള്ള ഏക സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നാട് ഭരിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് ഭരിക്കപ്പെടുന്നത് ആരാണെന്നറിയോ? മുഖ്യമന്ത്രി. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട് ഭരിക്കുമ്പോ ഈ പറയുന്ന ഒരു വിഭാഗം ജനങ്ങള് സുഖമായിട്ട് ഇവിടെ ജീവിക്കും. നമ്മളെ പോലുള്ളവര്, നമ്മളുടെ മക്കള് ഇതുപോലെ തീർന്നുകൊണ്ടിരിക്കും ഓരോ ദിവസവും. ഇത് നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ ജാതി പറയാണെന്നോ വർഗം പറയാണെന്നോ മതം പറയാണെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ സത്യമുണ്ട്. ഈ പറയുന്ന സംഗതികളും നിങ്ങളുടെ വാതിക്കൽ വരെ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങളുടെ വാതിക്കലേക്ക് ഈ പറയുന്ന ടീം വരും. അന്നും ഇയാളായിരിക്കും ഭരിക്കുന്നത്. അവർക്ക് അന്ന് രക്ഷയുണ്ടാവും. എന്തും ചെയ്യാം. ഒരു വിഭാഗം ജനത്തിന് ഇവിടെ എന്തും ചെയ്യാം. ബാക്കിയുള്ളവർക്ക് ഭൂരിപക്ഷമായിട്ട് ജീവിക്കുന്നവൻ മൃതപ്രായനായിട്ട് ജീവിക്കേണ്ട ഏക സംസ്ഥാനമാണ് കേരളം. അതായത് ഭൂരിപക്ഷമായിട്ടും ശവം പോലെ ജീവനില്ലാത്ത പോലെ കിടന്ന് സഹിക്കേണ്ട ഗതികേടുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. അത് നാളെ നമ്മുടെ വീടിന്റെ വക്കത്തും വരും. നിങ്ങള് സിദ്ധാർത്ഥിന്റെ യോഗം നമ്മുടെ മക്കൾക്കൊക്കെ നാളെ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരുപാട് വേദനയോട് കൂടിയിട്ട് സിദ്ധാർത്ഥിന് എന്റെ ആദരാഞ്ജലികൾ. പൊന്നുമോനെ, മാപ്പ്. ഒരു അമ്മ എന്നുള്ള നിലയിൽ നിന്റെ അമ്മ നെഞ്ചു പൊട്ടുന്നുള്ളത് എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഐ ആം ഹെൽപ്ലെസ്. എനിക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാര്, ഇവര് പ്രമേയം പാസ്സാക്കും, ഇവര് പെട്ടെന്ന് അന്വേഷണം വേണമെന്ന് പറയും, ഇവരെല്ലാ കാര്യങ്ങളും നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള സർവമാന കാര്യങ്ങളും ചെയ്തു വെക്കും, നമ്മളെ പൊട്ടന്മാരാക്കും, 2 ടീമും കൈ കൊടുക്കും, 2 ടീമും ഒന്നാവും, ഇവിടെ വീണ്ടും പഴയ പോലെ കൊലപാതകങ്ങൾ അരങ്ങേറും. ഇതാണ് നമ്മുടെ നാടിന്റെ പോക്ക്. ഈ പോക്കിന് ഒരു അവസാനം ഉണ്ടാവില്ല. ഈ കോൺഗ്രസും മാർക്സിസ്റ്റും 2 കൂട്ടരും മാറി 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 നമ്മളെ ഓരോ ദിവസവും കബളിപ്പിച്ച് നമ്മൾ നാമാവശേഷമാവും. ഇത് കേരളത്തില് ഈ പറയുന്ന താലിബാനായി മാറും. നാളെ കേരളം ഒരു താലിബാനായി മാറും. അവിടേക്കാണ് നമ്മുടെ പോക്ക്. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും എന്റെ കൂപ്പുകൈ. ജയ് ഹിന്ദ്.